ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പം നോമ്പും ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണല്ലേ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കാം. നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ജ്യൂസ് നമുക്കിന്ന് തയ്യാറാക്കാം. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ എന്തായാലും എല്ലാവർക്കും ജ്യൂസ് വേണം നിർബന്ധമുണ്ട്. കുട്ടികൾ എന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ജ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഇതുപോലുള്ള ജ്യൂസുകളൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. ഇത് കുട്ടികൾക്കും കുടിക്കാം, നമുക്ക് വലിയവർക്കും കുടിക്കാം. അത് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ നാരങ്ങ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ പുളിപ്പുള്ള ജ്യൂസുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. കാരണം അത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം, അതുപോലെ നമുക്ക് വേറെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനൊക്കെ കാരണമാണ്. പിന്നെ അതുപോലെ പഞ്ചസാരൊക്കെ ഇട്ടടിച്ചിട്ടുള്ള ജ്യൂസുകളൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ നല്ല ഹെൽത്ത്ഫുള്ളായ ജ്യൂസുകൾ ഉണ്ടാക്കാം. അതിനായി ഞാൻ ഒരു 10 ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കിയാറ്, കുക്കമ്പർ, കക്കരിക്ക ഒക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. അതുപോലെ പാല് നമ്മൾ തിളപ്പിച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച പാലാട്ടോ. പാല് ഓൾറെഡി അങ്ങനെ ഒഴിക്കാറില്ല, കാരണം കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നതെന്ന് വിചാരിച്ചിട്ട് തിളപ്പിച്ച് ആറിയിട്ടാണ്, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുക്കമ്പർ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഈ കുക്കുംബർ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഈ കുക്കുംബറും ഈത്തപ്പഴമൊക്കെ പണ്ട് കാലത്തേ ആളുകൾ കഴിച്ചിരുന്നതാണ്. നല്ലൊരു ഭക്ഷണമാണ്. എന്നിട്ട് നമ്മളിത് ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി മിക്സിയിലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈത്തപ്പഴവും ആവശ്യത്തിനുള്ള പാലും ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൽ 10 ഈത്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല. കാരണം നമ്മൾ ജ്യൂസ് മുഴുവൻ ഒരു ഗ്ലാസ് ജ്യൂസല്ലേ നമ്മൾ കുടിക്കുകയുള്ളൂ. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല, കാരണം നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഈത്തപ്പഴം പിന്നെ നല്ലതല്ലേ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും കുടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പാല് മാത്രം ചേർത്തിട്ടൊന്ന് നന്നായി അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും പാല് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചെറുപഴം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെയായിട്ട് ഇഷ്ടം കുട്ടികൾക്ക്. ഇനി നമ്മളിത് ഗ്ലാസ്സിലേക്ക് വെച്ച് നമ്മൾ നോമ്പ് തുറക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ഇത് റെഡിയാക്കി വെച്ചാൽ മതി. ഒരുപാട് നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് പിസ്തയോ അല്ലെങ്കിൽ കുറച്ച് ബദാമൊക്കെ ചേർക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും, അവരത് കഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ജ്യൂസ് അവർ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത ജ്യൂസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ അവർക്ക് അതൊരു വെറൈറ്റി തോന്നും. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജ്യൂസ് എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തൊന്നും ക്ലിയർ ആയിട്ടില്ല, കാരണം നമ്മൾ നോമ്പിൻ്റെ നോമ്പറക്കാനുള്ള ടൈമും ആ തിരക്കിലൊക്കെ കുട്ടികളാണ് നമുക്ക് വീഡിയോ പിടിച്ചത്. അതിൻ്റെതായ മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ ഒരുപാടൊന്നും പറയാനും പറ്റില്ല, നോമ്പിലെ ടൈമാണല്ലോ. അപ്പോൾ അവർക്കും ഭയങ്കര ക്ഷീണമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതൊരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ജ്യൂസുമാണ്. എല്ലാവർക്കും കുടിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ജ്യൂസ് വേണമെങ്കിൽ ഒന്നും ഗ്ലാമർ ആക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം.